US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത് ഇന്ത്യ വിരുദ്ധ നിലപാടാണ്. ഇന്ത്യ ശക്തമായി തന്നെ ഇതിനെതിരെ ചേർത്ത് നിൽക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. ഇപ്പോൾ ഇതാ ട്രംപിന്റെ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിക്സ് രാജ്യങ്ങളുമായി സഹകരണം ശക്തമാക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാൻ നീക്കങ്ങൾ ആരംഭിച്ചു. അതേസമയം ചൈനയുമായി ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ. ചൈനയുമായുള്ള ഇന്ത്യയുടെ ബന്ധം പുരോഗതിയുടെ പാതയിലാണെന്ന് ബെയ്ജിംഗിലെ സെന്റർ ഫോർ ചൈന ആൻഡ് ഗ്ലോബലൈസേഷൻ തിങ്ക് ടാങ്ക് പ്രസിഡന്റ് ഹെൻറി വാങ് പറഞ്ഞു. ട്രംപിന്റെ വ്യാപാര യുദ്ധങ്ങളിൽ പ്രധാന ലക്ഷ്യമായി ചൈനയും ബന്ധം മെച്ചപ്പെടുത്താൻ തയ്യാറാണെന്ന് സൂചന നൽകി. ഇന്ത്യയിലേക്ക് യൂറിയ കയറ്റുമതി ചെയ്യുന്നതിനുള്ള നിയന്ത്രണങ്ങൾ ചൈന ലഘൂകരിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ യൂറിയ ഇറക്കുമതി രാജ്യമാണ് ഇന്ത്യ. ചെറിയ അളവിലാണ് ഇപ്പോൾ യൂറിയ ഇറക്കുമതി ചെയ്യുന്നതെങ്കിലും ഇത് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യ 2024-25 സാമ്പത്തിക വർഷം 57 ലക്ഷം ടൺ യൂറിയാണ് ഇറക്കുമതി ചെയ്തത്. തൊട്ടുമുമ്പത്തെ സാമ്പത്തിക വർഷത്തേക്കാൾ 20% കുറവാണ് ഇറക്കുമതിയിലുണ്ടായത്. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി കുറഞ്ഞതാണ് പ്രധാന കാരണം. 2023-24 18.7 ലക്ഷം ടൺ യൂറിയാണ് ചൈനയിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്തത്. എന്നാൽ 2024-25 സാമ്പത്തിക വർഷത്തിലാവട്ടെ ഇത് 1 ലക്ഷം ടൺ യൂറിയായി കുറഞ്ഞു. ഈ പശ്ചാത്തലത്തിലാണ് ചൈന നിയന്ത്രണങ്ങളിൽ ഇളവ് കൊണ്ടുവരുന്നത്. ചൈനീസ് പൗരന്മാർക്ക് വിനോദസഞ്ചാരത്തിനായുള്ള വിസ അനുവദിക്കുന്നതിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ അടുത്തിടെ ഇന്ത്യ നീക്കിയിരുന്നു. ചൈനയിലേക്ക് വിമാന സർവീസുകൾ വീണ്ടും തുടങ്ങാൻ വ്യോമയാന കമ്പനികൾക്ക് നിർദ്ദേശവും ഇന്ത്യ നൽകിയിട്ടുണ്ട്. കോവിഡ് ലോക്ഡൌണിന്റെ കാലത്താണ് ചൈനയുമായി നേരിട്ടുള്ള വ്യോമഗതാഗതം ഇന്ത്യ നിർത്തിവച്ചത്. പിന്നാലെ 2020 ഗാൽവാൻ സംഘർഷവും തുടർന്നുണ്ടായ നയതന്ത്ര ബന്ധത്തിലെ തകർച്ചയും കാരണം ഇത് തുടരുകയായിരുന്നു. ഓഗസ്റ്റ് 31 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ചൈനയിലേക്ക് പോകുന്നുണ്ട്. ഉച്ചകോടിക്കിടെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി മോദി കൂടിക്കാഴ്ച നടത്തുമെന്നും പുറത്തുവരുന്നുണ്ട് വിവരങ്ങൾ. ഗാൽവാൻ സംഘർഷത്തിന് ശേഷം 2024 ഒക്ടോബറിൽ മുമ്പ് എങ്ങനെയായിരുന്നു അതേ രീതിയിലേക്ക് സൈന്യത്തെ പിൻവലിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിരുന്നു. ചില മേഖലകളിൽ ഇനിയും ഇത് പൂർത്തിയാകാനുണ്ട്. അതിനിടെ അദാനി ഗ്രൂപ്പ് ചൈനീസ് ഇലക്ട്രിക് വാഹന ഭീമനായ BYDയുമായി സഹകരിച്ച് ഇന്ത്യൻ ബാറ്ററി നിർമ്മിക്കാൻ പദ്ധതിയിടുന്നുണ്ട്. ഇത് സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കൂടാതെ വർഷങ്ങൾ നീണ്ട നിയന്ത്രണങ്ങൾക്ക് ശേഷം ചൈനീസ് പൗരന്മാർക്ക് വിനോദസഞ്ചാര വിസകൾ നൽകാനും മോദി സർക്കാർ തീരുമാനിച്ചു. ഇതുകൂടാതെ തന്നെ ബ്രിക്സ് രാജ്യങ്ങളുമായി സഹകരണം ഇന്ത്യ ശക്തമാക്കുകയാണ്. അമേരിക്കയുമായുള്ള ബന്ധം വഷളായതോടെ ബ്രിക് സ്ഥാപക അംഗങ്ങളായ ബ്രസീൽ, റഷ്യ എന്നീ രാജ്യങ്ങളുമായുള്ള ബന്ധം മോദി ശക്തമാക്കിയിട്ടുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ഈ മാസം ഇന്ത്യ സന്ദർശിക്കാൻ ക്ഷണിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ റഷ്യയിൽ നിന്ന് വിലക്കിഴിവുള്ള എണ്ണ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത് ട്രംപിനെ ചൊടിപ്പിച്ചിരുന്നു. ഉക്രൈനിലെ യുദ്ധത്തിന് റഷ്യയ്ക്ക് ഇത് സാമ്പത്തിക സഹായമാകുമെന്നാണ് ട്രംപിന്റെ വാദം. എന്നാൽ ഈ വിഷയത്തിൽ പിന്നോട്ടു പോകാൻ മോദി തയ്യാറായിട്ടുമില്ല. ഈ മാസം റഷ്യയുമായി സാമ്പത്തിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള കരാറുകളിൽ ഇന്ത്യ ഒപ്പുവച്ചിട്ടുണ്ട്. ബ്രസീൽ പ്രസിഡന്റുമായും മോദി വ്യാപാര വിഷയങ്ങൾ ചർച്ച ചെയ്തു. ബ്രസീലുമായുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ചായിരുന്നു ചർച്ചകൾ. ചൈനയുടെ ഇന്ത്യയിലെ അംബാസഡറായ ഷു ഫെയ്ങ് ഹോങ് ഇന്ത്യക്ക് ധാർമ്മിക പിന്തുണയും നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.